നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഇത് എന്തിനുള്ള പുറപ്പാടാ ശ്രീമതി? ആദ്യമായിട്ട് വരികയല്ലേ കുട്ടികള്, ദോഷമൊക്കെ മാറി ഐശ്വര്യമായിട്ട് വരട്ടെന്ന് കരുതി. അത് നന്നായി. വീട്ടില് വലതുകാലി വെച്ച് കയറുന്ന പെൺകുട്ടികളെ ആരതി ഒഴിഞ്ഞ് തന്നെയാ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ കത്തിച്ച നിലവിളക്ക് തന്നെയായിരുന്നു ഉത്തമം. അതൊക്കെ കല്യാണത്തിന് ശേഷം പെൺകുട്ടികൾ ഗൃഹപ്രവേശം നടത്തുമ്പോ ചെയ്യേണ്ട ചടങ്ങല്ലേ പുഷ്പ? ഇവരിപ്പോ അതിഥികളല്ലേ? അങ്ങനെ വെറും അതിഥികളല്ലല്ലോ. പുഷ്പചേട്ടാ, പ്രസാദേട്ടൻ വരാതെ ഒരു അക്ഷരം മിണ്ടില്ല നമ്മുടെ തീരുമാനം. അല്ല, എന്താ ഒരു കുശുകുശുപ്പ്? ഏയ്, ഇവരൊക്കെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് എന്ന് പറയുകയായിരുന്നു മുരളി. ഞാനും അതാ ഉദ്ദേശിച്ചത്. ഇവരൊന്നും വെറും അതിഥികളല്ല, കുടുംബാംഗങ്ങളെ പോലുള്ള അതിഥികൾ എന്ന് വേണം പറയാൻ. ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിച്ച കാര്യം? അയ്യോ, ചതിക്കല്ല പൊന്നെ, നമ്മൾ ഇപ്പൊ തന്നെ തിരിച്ചു പോകേണ്ടി വരും. എന്നോ പറയണ്ട. രണ്ടാളും അടുത്തേക്ക് നിക്ക്. ഇതെന്താ നിങ്ങൾ കയറി നിന്നത്? അല്ല, ഞങ്ങൾക്കും വേണം അമ്മയുടെ ആരതി. അല്ലേ അനുഗ്രഹം? അല്ല, അമ്മയുടെ അനുഗ്രഹം അല്ലേ ആരതി? എല്ലാരെയും ഒഴിഞ്ഞു വിട്ടേക്കണേ കുഞ്ഞമ്മേ, ഇനി അതിന്റെ ഒരു കുറവ് വേണ്ടല്ലോ. അതെ അതെ, ഇതെല്ലാം ഒരു സങ്കല്പമല്ലേ, നടക്കട്ടെ കാര്യങ്ങള്. എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. അതോട് കയറിയാട്ടെ. എല്ലാരും വലതുകാലി വെച്ച് തന്നെ കേറിയാട്ടെ. മുരളി, അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. ഇനി അടുത്ത ചടങ്ങ് ഒരു കൂട്ട കലാശമാണ് ഇവിടെ. എന്തായാലും ഒരു അടിപിടി ഉറപ്പാ. ഒന്നും ഇപ്പം വേണ്ട പുഷ്പചേട്ടാ, പറഞ്ഞില്ലേ, പ്രസാദേട്ടനും കൂടെ വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചാലേ നമുക്കൊരു സ്ട്രോങ് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും. നോക്കട്ടെ. എനിക്ക് പണ്ടേ ഒരു സ്വഭാവ ദൂഷ്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സത്യം വിളിച്ചു പറയും. ഇവിടെ അങ്ങനെ സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.